നമസ്കാരം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അതിന് ഉത്തരം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. അപ്പോഴൊരു സത്യമായിട്ട് വരുള്ളൂ അത്. സത്യസന്ധമായിട്ടുള്ള ഉത്തരം കിട്ടണമെങ്കിൽ വേറെ ആരോടും പറയണം, മനസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങളൊരു വലിയ യാത്ര ചെയ്ത് കുറേ ദിവസങ്ങൾ തുടർച്ചയായി യാത്രകളായിരുന്നു. അത് കഴിഞ്ഞ് വരിക ഭയങ്കര മഴക്കാലമാണ്. എന്താ പറയുക, കോരിച്ചൊരിയുന്ന മഴ എന്നൊക്കെ പറയില്ലേ, ഇടിവെട്ട് കോരിച്ചൊരിയുന്ന മഴ, ഇടിമിന്നൽ, അങ്ങനത്തേക്ക് ഒരു ദിവസം. നിങ്ങൾ രാത്രി വീട്ടിൽ 10-10 ആകുമ്പോൾ എത്തി. ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്നൊരാൾ പറയുകയാണ്, പുലർച്ചെ ഒരു 1:30 എണീറ്റ് കുളിച്ച് ഫ്രഷായി, നല്ല മഴയാട്ടോ. ആ സമയത്ത് 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 4 കിലോമീറ്റർ നടന്ന് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. നല്ല മഴയുണ്ട്, ടോർച്ചൊക്കെ കയ്യിൽ പിടിക്കാം. 4 കിലോമീറ്റർ പോയി കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ, അതായത് ഒരു 40% ചാൻസ് ഉണ്ട്, ഒരു 60% ചാൻസ് ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവം കിട്ടുമായിരിക്കും, സാധ്യതയുണ്ട്. നിങ്ങൾ കാലത്തോടം തന്നെ, ഇന്നിപ്പോൾ 10 എത്തിയിട്ടുണ്ട്, കാലത്ത് നേരത്തെ 1 മണിയാകുമ്പോഴേക്കും എണീക്കുക, മഴ നോക്കരുത്, കുളിച്ച് ഫ്രഷായിട്ട് യാത്ര പുറപ്പെടുക. ഇങ്ങനൊരാൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാഴ്ചയായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ, മഴയാണ്, സുഖമായിട്ട് പുതപ്പിനുള്ളിൽ കടന്നുറങ്ങുമോ, കാരണം പോയിട്ട് വലിയ ഉറപ്പൊന്നുമില്ല, ഒരു 40% സാധ്യത പറയുള്ളൂ, 60% സാധ്യതയില്ല. ഇനി പുലർച്ചെ 2 മണിക്ക് എണീറ്റ് പോയി പുലർച്ചെ മഴയത്ത് പോയി 4 കിലോമീറ്റർ നടന്നെത്തിയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തൊരു ചെയ്യാൻ, അവനെ ഇവിടെ കടന്ന് ഉറങ്ങുക നല്ലതെന്ന് പുതച്ച് മുറി ഉറങ്ങുമോ, അതോ ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുക? എന്തായാലും ഉത്തരം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം അതൊരു 3 ദിവസം മുമ്പ് നമ്മളൊരു 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ മെസ്സേജ് ചെയ്തിരുന്നു, പുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിർത്താം എന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ 10,000-20,000-21,000 പേര് ഇതുവരെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, അതിൽ വന്ന കമൻസിൽ ഭൂരിപക്ഷം ആൾക്കാരും, ഭൂരിപക്ഷം എല്ലാ ആൾക്കാരും ഇത് കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങളത് ആഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അതിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 21,000 പേര് കണ്ടതിൽ 5,000 പേരെങ്കിലും ആ ഒരു സന്ദേശം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് ഒരു 15 മിനിറ്റ് എൻ്റെ സമയം ചിലവഴിക്കൽ മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷെ അതൊരു 5,000 പേരുടെ എങ്കിലും മിനിമം, 21,000 പേര് കണ്ടിട്ടുണ്ടല്ലോ, ഇനി അത് കയറി പോവും കാണും. അതിലൊരു 5,000 പേരെങ്കിലും അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ അത്രയും വലിയൊരു കാര്യം സമൂഹത്തിലേക്ക് നടക്കില്ല, അവരുടെ ജീവിതത്തിൽ നടക്കില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചു ശരി, ഇത്ര ആൾക്കാർ ആവശ്യപ്പെടണമുണ്ട്, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്യണത്. ഇത് അതിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കരുത്. കാരണം ഉപദേശിക്കാനുള്ള അറിവുള്ള ഒരാളല്ല ഞാൻ, അത് സത്യമാണ്, അതെനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ എല്ലാം വിജയിച്ച ഒരാൾ, നിങ്ങളൊന്നും വിജയിക്കാത്ത ആൾ, അപ്പം ഞാൻ വിജയിച്ച ആ ഒരു പീഠത്തിൽ കയറി നിങ്ങളോട് സംസാരിക്കണ പോലെയും കാണരുത്. നമ്മൾ നമ്മുടെ വഴി കൂടെ സഞ്ചരിക്കുന്ന കുറേ ആൾക്കാർ, നമ്മൾക്ക് ഒരുമിച്ച് വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം. അപ്പോൾ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയണു, അങ്ങനെ എടുത്താൽ മതി. ആ അനുഭവത്തിലെ എന്തെങ്കിലും ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയാൽ ഞാൻ ചിലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ട് മാറും. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ആവശ്യം ഹാർഡ് വർക്കാണ്, കഠിന അധ്വാനം. അതുകൊണ്ട് അത് എവിടുന്ന് വരണമെങ്കിൽ അത് ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. ആ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അടിവരയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ്, റെസ്പോൺസിബിലിറ്റി. ഇതില്ലാത്ത ഒരാളും എവിടെയും വിജയിക്കില്ല. അതിന് കാരണം എന്താ പറയുക, നിങ്ങളൊരു അച്ഛനും അമ്മയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മക്കളെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. അത് വാക്കുകളെ കൊണ്ടും, ചില ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് പറ്റിയെന്ന് വരില്ല, പക്ഷെ വാക്കുകളെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സാമ്പത്തികമായി പറ്റുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് സാമ്പത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ടെങ്കിലും നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റും. ഒരു മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്. നിങ്ങൾ മകളോ ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് സമ്പത്തൊരു വളരെ ഘടകമേ അല്ല. നിങ്ങൾക്ക് സംസാരം കൊണ്ട് നമുക്ക് മിനിമം അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും.
നിങ്ങളൊരു രാജ്യത്തിൻ്റെ പൗരനാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള ലെവലിൽ കടമകൾ ആ രാജ്യത്തിനോട് നിർവഹിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളെ ഏറ്റവും മനോഹരമായി തന്നെ അത് ചെയ്യണം. നിങ്ങളൊരു ജോലി ചെയ്യണമെങ്കിൽ ആ ജോലിയോടുള്ള കർമ്മം, അതിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. അത് ഏറ്റവും മനോഹരമായി നിർവഹിക്കണം. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്ക് അടിവരയിടുന്നതാണ്. കുറേ ആൾക്കാർ പരാതി പറയണ കേട്ടോ, എനിക്കൊന്നും കിട്ടിയില്ല. അവർ എപ്പോഴും പറയണേക്കാം, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല. അവരൊരിക്കലും അവർക്കൊന്നും കിട്ടില്ല. കാരണം അവർ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ പ്രകൃതിക്ക് എന്തെങ്കിലും കൊടുത്താലാ പ്രകൃതിയിൽ നിന്ന് തിരിച്ചു കിട്ടുള്ളൂ. അങ്ങനൊരു കുഴപ്പം ഈ പ്രകൃതിക്കുണ്ട്. അങ്ങനൊരു നിയമം ഇവിടെയുണ്ട്. നമ്മൾ പറയില്ല വേറെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഓരോ യൂണിവേഴ്സിറ്റിലും ഓരോ നിയമമുണ്ട്. ഓരോ സയൻസിൽ പറയും ഓരോ ഫിസിക്സ് ഉണ്ട്. നമ്മുടെ ഈ ബോഡി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. നമ്മൾ ഇങ്ങനൊരു ബോഡി വേറൊരു ഗ്രഹത്തിൽ പോയി, വ്യാഴത്തിലൊക്കെ പോയാൽ ചതഞ്ഞരിഞ്ഞ് പോകും, പ്രഷർ താങ്ങാൻ പറ്റാണ്ട്. വേറെ ഗ്രഹത്തിൽ പോയി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്പേസ് സൂട്ടും ഇതൊക്കെ ധരിച്ച് പോകേണ്ടി വരുന്നത്. കാരണം ആ പ്ലാനറ്റിൽ ജീവിക്കാൻ പറ്റിയൊരു രൂപമല്ല നമ്മുടേത്. നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത രൂപമാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ, ആ വേലികെട്ടുകൾ മുറിച്ച് മാറ്റാൻ ആർക്കും പറ്റില്ല. കാരണം അത് ലോ ആണ്. അത് ഈ പ്രകൃതിയുടെ നമ്മൾ ജീവിക്കുന്ന ഇവിടുത്തെ പ്രധാന ഒരു നിയമം, നമ്മൾ എന്ത് കൊടുക്കണോ അപ്പോഴേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം, നല്ല തിരിച്ചു കിട്ടും. നമ്മൾ ചുമരിൽ പന്തെറിയണ പോലെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ നമുക്ക് തിരിച്ചു വരാം. അത് എന്തെറിയണു അതിനനുസരിച്ച് അതാ കിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം, ഒന്ന് നോക്കി നോക്കുക. നിങ്ങൾ കൂടുതൽ ഭക്തിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ അമ്പലങ്ങൾക്ക് പോകുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളെ തേടി വരുന്ന സൗഹൃദങ്ങൾ, പരിചയക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരിക്കും. നിങ്ങളത് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ബാറിൽ പോയിട്ട് മദ്യപിക്കുന്ന സ്ഥിരം ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കണക്ഷൻസൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മളെന്ത് ചെയ്യുന്നു അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മളെ തേടി വരുന്ന ഒരു മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. എല്ലാം അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴും അത് സംഭവിക്കുള്ളൂ. കാരണം അതൊരു പ്രകൃതിയുടെ ഒരു ഇതാണ്. അപ്പം നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി പ്രകൃതിയോട് കടമയുള്ളവനാണ്, ഭഗവാനോട് കടമയുള്ളവനാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി, അത് റെസ്പോൺസിബിലിറ്റി ഭംഗിയായി ചെയ്യണം. ആ ഭംഗിയായി ചെയ്യണമെങ്കിൽ എന്താ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം, പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്, നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്, അത് നിനക്ക് അവകാശപ്പെട്ടതല്ല. നീ നിൻ്റെ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുക, അതാണ് നിൻ്റെ ജോലി. അതാണ് ദൈവം പാതി താൻ പാതി. നമ്മുടെ പാതിയാണ് നമ്മുടെ ഭഗവാന് കൊടുക്കുന്നത്, നമ്മുടെ പ്രകൃതിക്ക് കൊടുക്കുന്നത്, യൂണിവേഴ്സൽ കൊടുക്കുന്ന കർമ്മം. ആ കർമ്മം എന്തിൽ ബേസ് ചെയ്തിരിക്കണു? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ബേസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയായ കാരണം നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു മകനോ മകളോ എന്നുള്ള റെസ്പോൺസിബിലിറ്റി, അച്ഛനോ അമ്മയോ എന്നുള്ള റെസ്പോൺസിബിലിറ്റി, സഹോദരനോ സഹോദരി എന്നുള്ള റെസ്പോൺസിബിലിറ്റി, ഒരു സമൂഹത്തിന് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റി. ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം നമ്മൾ നീതിപൂർവം ചെയ്താൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ ലോ. അപ്പോൾ ചിലർ ചോദിക്കും, നല്ലത് ചെയ്തിട്ട് കെട്ടത് കിട്ടുന്ന ആൾക്കാരില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപൂർവം, വളരെ കുറച്ച് ആൾക്കാരാണ്. കാരണം അത് അവരുടെ പുനർജന്മം, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മം, അങ്ങനെയൊക്കെ ഒരു വളരെ സങ്കീർണമായ കാര്യങ്ങളിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെന്തിനാ അത് ചിന്തിക്കണേ? കൂടുതൽ ആൾക്കാരെ കുറിച്ചൊന്ന് ചിന്തിക്കുക നോക്കിയേ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞത് നല്ലത് ചെയ്യുമ്പോൾ അതിനെ പറ്റിയ ആൾക്കാർ നമ്മൾ തേടി വരുന്നത് കാണാൻ പറ്റും. നമുക്ക് എപ്പോഴും നല്ലത് ചെയ്താൽ പോരെ. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ കമൻസ് വായിക്കുമ്പോൾ 1000 നല്ല കമൻസൊക്കെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഏതെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഉണ്ടോ എന്ന് നോക്കണ ഒരു മാനസികാവസ്ഥ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ ചിന്ത മാറ്റുക. നമ്മൾ 1999 നല്ലത് മാത്രം ചിന്തിക്കുക, ആ കമൻസ് മാത്രം നോക്കുക. അപ്പം നമുക്കറിയാം നമ്മൾ നല്ലത് തേടി വരും. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക, അത് ഏറ്റവും സത്യസന്ധമായി ചെയ്യുക. ആത്മാർത്ഥയും സത്യസന്ധയോടുകൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനിയായിരിക്കണം, ഹാർഡ് വർക്കായിരിക്കണം. അപ്പം നമ്മളെ തേടി നല്ലത് വരും. അതിനാണ് നമ്മുടെ പ്രാർത്ഥന, ഭഗവാനോടുള്ള വിശ്വാസത. ആ ഒരു വിശ്വാസത്തോടുകൂടി ജീവിക്കുക. ഞാൻ നിങ്ങളോട് ചെറിയൊരു കഥ പറയാം. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള കഥയായിരിക്കും, നല്ലത് ഇപ്പോൾ ഈ സമയത്ത് പറയണത് നല്ലത് തോന്നണം. ഒരു ഗുരു, അദ്ദേഹത്തിൽ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു.
ആ 2 ശിഷ്യന്മാരും അവരുടെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഗുരു അവരെ വിളിച്ച് പറഞ്ഞു, ഓരോ 100 രൂപ കൊടുത്തു. 100 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കണക്കിൽ പറയുകയാണ് കേട്ടോ, അന്നത്തെ പണം വേറെ ആയിരിക്കാം. ഇന്നത്തെ കണക്കിൽ 100 രൂപ വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു 2 റൂം കാണിച്ചു കൊടുത്തു. ഈ 100 രൂപ വെച്ച് മേടിച്ചിട്ട് നിങ്ങൾ എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ മേടിച്ചോളൂ, ആ റൂം നിറഞ്ഞിരിക്കണം, ഞാൻ വന്ന് പരിശോധിക്കും. നിങ്ങൾ ആ റൂം പോയിട്ട് നാളെ കാലത്ത് നിറച്ച് വയ്ക്കുക, കാലത്ത് വന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. 2 പേർക്ക് 100 കൊടുത്ത് 2 പേരും പോയി ആലോചിച്ച് 100 രൂപയ്ക്ക് എന്ത് കിട്ടാൻ റൂം നിറയും വേണം. ഒരുത്തൻ കുറേ അന്വേഷിച്ച് അവസാനം ഒരു സ്ഥലം കണ്ടുപിടിച്ചു. വേസ്റ്റൊക്കെ എടുക്കണ ഒരാൾ, അയാൾ പറഞ്ഞു 100 രൂപ തരാം, ഈ റൂം ഒന്ന് നിറച്ച് തരണം എന്ന് പറഞ്ഞു. ആ വേസ്റ്റൊക്കെ കൊണ്ട് ആ റൂമിൽ നിറച്ചിട്ടു. വേറൊരുത്തൻ്റെ പോലെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവൻ എന്താ ചോദിച്ചാൽ ഒരു ചെരാത് മേടിച്ചു, കുറച്ച് എണ്ണ മേടിച്ചു, ഒരു തിരി മേടിച്ചു, അതിൽ ഒരു ദീപം കൊളുത്തി അപ്പുറത്ത് കുറച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ചു. ആ റൂമിൽ ആ സുഗന്ധവും വെളിച്ചും നിറഞ്ഞു. ഗുരു വന്ന് നോക്കുമ്പോൾ ഒരു റൂമിൽ നിറച്ചും അഴുക്കും ദുർഗന്ധം, ഒരു റൂമിൽ സുഗന്ധം വെളിച്ചവും. ഈ റൂം നിങ്ങൾക്ക് ഭഗവാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ റൂമും ഈ പ്രകൃതിയിൽ ഭഗവാൻ തരുന്നുണ്ട്. ആ റൂമിൽ ദുർഗന്ധം നിറയ്ക്കണമോ സുഗന്ധം നിറയ്ക്കണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കിട്ടണ ആ വിഭവങ്ങൾ ഒന്നാണ്. ആ വിഭവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ദുർഗന്ധം നിറയ്ക്കാൻ തീരുമാനിച്ചാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ തേടി വരും. സുഗന്ധം നിറയ്ക്കാൻ തീരുമാനിച്ചാൽ സുഗന്ധം തേടി വരുന്നത് നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ, റെസ്പോൺസിബിലിറ്റി, ആ വാക്ക് ഞാൻ വീണ്ടും പറഞ്ഞാൽ അടിവരയിട്ടിട്ട്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട്, ഓരോ സ്ഥലത്തുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതിന് വേണ്ടി വെറുതെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. ആ റെസ്പോൺസിബിലിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ റൂമിൽ സുഗന്ധം നിറയ്ക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഭഗവാന് വിട്ടുകൊടുക്കുക. ഞാൻ പറയാ വെച്ചാൽ മുരുകവാന് വിട്ടുകൊടുക്കുക. ഭഗവാന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുക. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക്, ആ ഒരു തീ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊളുത്തിവിടാൻ ഈ വീഡിയോന് സാധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറിയാൽ സാധിച്ചാൽ, ഞാൻ ഈ സമയം ചെലവിട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി വരും. പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം, കൂരിട്ട് കോരിച്ചൊരിയുന്ന മഴ, പുലർച്ചെ 1:30, കുളിച്ച് 2 മണിക്ക് 4 കിലോമീറ്റർ യാത്ര, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാം. നിങ്ങളെന്ത് തീരുമാനിച്ചു എന്നുള്ളതാണ്. നിങ്ങളിത് ഇപ്പോൾ പറയണേക്കാട്ടിൽ സമയത്ത് അടുത്തത് മഴക്കാലം വരെയാണ്. ആ സമയത്ത് ഇത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ചെയ്യുമോ എന്ന്. നിങ്ങളുടെ ഉത്തരം എന്തായാലും ഞാൻ പറയുന്നത്, നിങ്ങൾ പോവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതപ്പിൻ്റെ കീഴെ ചുരുണ്ടുകൂടി കിടക്കാം ക്ഷീണം കൊണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുകയാണ്. മറിച്ച് 40% ചാൻസ് ഉള്ളൂ, ഞാൻ എൻ്റെ പണി ഞാൻ ചെയ്യാം, കിട്ടാതിരിക്കാൻ നടക്കട്ടെ, ഞാൻ എൻ്റെ പണി ചെയ്യും, അത് ഏറ്റവും സത്യസന്ധമായി ചെയ്യും, കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങൾ ആ യാത്രയ്ക്ക് പുറപ്പെട്ടാൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ മഹാത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ മഹാത്ഭുതം നടക്കട്ടെ. മുരുകൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ഏറ്റവും സ്നേഹത്തോടു കൂടി നിങ്ങൾ ഒരാളായിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ എല്ലാം വിജയിച്ച ആളല്ല, നിങ്ങളൊക്കെ ഒന്നും ആവാത്ത ആളല്ല. നമ്മൾ ഒരുമിച്ച് നടക്കുമ്പോഴുണ്ടായ എൻ്റെ ചില അനുഭവക്കുറിപ്പുകളും ചിന്തകളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക മാത്രമേ ചെയ്യുന്നത്. ഭഗവാൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഓം ശരവണഭവായ നമഃ. ജയ് പൈനാടവ.